ഹായ് ഗൈസ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടുവന്നത് ആൾക്കാരായിരിക്കും. ഷുവറായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. മാക്രോ എക്കണോമിക്സ് നമ്മൾ 5ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ കേൾക്കുന്ന കുറേ സംഗതികളുടെ പേരാണ്. ഒന്ന് റവന്യൂ റെസിപ്റ്റ്. നമ്മളെപ്പോഴും പറയും റവന്യൂ റെസിപ്റ്റ് എന്നാണ് പറയുക. മലയാളത്തിൽ നമ്മളിതിനെ പറയുന്ന മറ്റൊരു പേരാണ് റവന്യൂ രസീതുകൾ എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം, റവന്യൂ രസീതുകൾ എന്ന് പറയാറുണ്ടോ. അപ്പോൾ ഈ റവന്യൂ രസീതുകൾ, അതേപോലെ നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. അപ്പം റവന്യൂ ചെലവുകളാണ് അല്ലേ, റവന്യൂ ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ നമ്മൾ പറയുന്ന ക്യാപിറ്റൽ റവന്യൂ ഉണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ റവന്യൂ നമ്മൾ എന്താ പറയുക, ക്യാപിറ്റൽ റെസിപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും മൂലധന രസീതുകൾ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൂലധന രസീതുകൾ, അതേപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് നമുക്ക് അടുത്ത് വരുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും, അഥവാ മൂലധന ചിലവുകൾ എന്നാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 4 പരസ്പരം പഠിക്കാൻ ഒരുപാട് കൺഫ്യൂഷനായിട്ടായിരിക്കും നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ 4 എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം, അതിന് ഞാൻ നിങ്ങൾക്കൊരു ടേബിൾ മാത്രം തരുന്നത്. ഇത് മാത്രം വെച്ചാൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റും. അപ്പോൾ ആ ടേബിൾ എങ്ങനെയാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ അസറ്റ്, അതേപോലെ ലയബിലിറ്റി. അഥവാ അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ എന്താണ് ആസ്തികളും, ലയബിലിറ്റി പറഞ്ഞാൽ ബാധ്യതയാണെന്ന് അറിയാം. പിന്നെ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻക്രീസസ് നോട്ട് ഇൻക്രീസസ് എന്ന് വെച്ചാൽ എന്താണ്, ഇത് കൂടുന്നു എന്നാണ്, ഇവിടെ എന്താണ് കൂടുന്നില്ല എന്നാണ് അല്ലേ, കൂടുന്നില്ല എന്നാണ്. അപ്പോൾ ആ ഒരു രീതി ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറയുന്നു, അതുപോലെ കുറയുന്നില്ല എന്ന രീതിയിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ നമ്മുടെ അസറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അസറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അസറ്റ് കൂട്ടുന്ന ആൾക്കാർ അല്ലേ, നമ്മുടെ അസറ്റ് കൂട്ടുന്ന, നമ്മുടെ ആസ്തി കൂട്ടുന്ന ഒരേ ഒരാളുള്ളൂ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താ ചെയ്യുന്നത്, നമ്മുടെ അസറ്റ്, നമ്മുടെ ആസ്തി കൂട്ടുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്ന ആരാണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. നമ്മൾ തൽക്കാലം അതിനെ CE എന്ന് എഴുതി ഇവിടെ കൊടുക്കുന്നുണ്ടോ, CE എന്ന് എഴുതി കൊടുക്കുന്നു. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇങ്ങോട്ട് എഴുതേണ്ടത്. അതായത് നിങ്ങളൊന്ന് നോക്കിയേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞാൽ അസറ്റാണ് കൂട്ടുന്നെങ്കിൽ, ആസ്തിയാണ് കൂട്ടുന്നെങ്കിൽ, നമ്മുടെ ലയബിലിറ്റി കൂട്ടുന്ന അഥവാ ബാധ്യത കൂട്ടുന്ന ഒരാളുണ്ട്, അതാരാണ്, അത് വേറെ ആരില്ല, അത് ഈ ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ടോ. നമ്മുടെ ലയബിലിറ്റി അത് എപ്പോഴും കൂട്ടുന്ന ഒരാളെന്ന് പറയുന്ന ആരാണ്, ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓപ്പോസിറ്റ് CR എന്ന് എഴുതുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് കൂട്ടുകയും കുറക്കാതെയും ചെയ്യാത്ത, അതായത് ഫലമായിട്ട് ഈ നോട്ട് ഇൻക്രീസിൽ വരുന്ന 2 ആൾക്കാരുണ്ട്, നോട്ട് ഡിക്രീസിൽ വരുന്ന 2 ആൾക്കാരുണ്ട്, അത് വേറെ ആരുമില്ല, ഞാനിവിടെ കാണിച്ചു തരാം, നമ്മുടെ റവന്യൂ റെസിപ്റ്റ്. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ എഴുതേണ്ടത് നമുക്ക് ഇതാണ്, സിമ്പിളാണ്. ഇവിടെ കൊടുത്തിട്ട് നോട്ട് ഇൻക്രീസ് ചെയ്യുന്ന 2 ആൾക്കാരുണ്ട് അല്ലേ, അതായത് നമ്മുടെ ആസ്തി കൂട്ടാത്ത ഒരാൾ, നമ്മുടെ ആസ്തി കൂട്ടാത്ത ഒരാൾ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആര് എഴുതുന്നുണ്ടാവുക, ഇങ്ങോട്ടുള്ള ഈ കോളത്തിൽ വരിക, അത് നമുക്ക് ഇവിടെ എഴുതാം റവന്യൂ റെസിപ്റ്റ് എന്ന് എഴുതാം. ഇവിടെ നിങ്ങൾക്കൊരു കണക്ഷൻ നിങ്ങൾ ആകെ പഠിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കോളത്തിൽ നമുക്ക് എപ്പോഴും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എഴുതുക, എന്നിട്ട് അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും ക്യാപിറ്റൽ റെസിപ്റ്റ് അടുത്ത കോളത്തിൽ വരിക. ഇനി അടുത്ത കോളത്തിനും എക്സ്പെൻഡിച്ചർ തന്നെയാണ്, പക്ഷേ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല എഴുതേണ്ടത്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് എഴുതേണ്ടത്. അത് ഏതിൽ വരിക, റവന്യൂ റെസിപ്റ്റാണ് ഓപ്പോസിറ്റ് വരിക. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് അസറ്റ് കുറക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, അസറ്റ് കുറക്കുന്ന ആൾക്കാരാണ് ആര്, വേറെ ആരില്ല, അത് ക്യാപിറ്റൽ റെസിപ്റ്റാണ് നമ്മുടെ അസറ്റ് കുറക്കുക. എന്നാൽ നമ്മുടെ ലയബിലിറ്റി കുറക്കുന്ന ആൾക്കാരുണ്ട്, ലയബിലിറ്റി കുറക്കുന്ന ആളാരാ, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് ലയബിലിറ്റി കുറക്കുന്നയാൾ. ഇനി അതേപോലെ നമ്മുടെ ഈ പറയുന്ന അസറ്റ് കുറക്കുക പറഞ്ഞാൽ അസറ്റ് കുറക്കാത്ത ഒരാളുണ്ട്, അതാരാണ്, അത് റവന്യൂ റെസിപ്റ്റാണ്. അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇങ്ങോട്ട് എഴുതി വെക്കുന്നു, അതേതാണ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇപ്പം ഞാനിവിടെ ചെയ്ത കാര്യം തരും, ഈ ഒരൊറ്റ ടേബിളിൽ നിന്ന്, നിങ്ങൾ ഈ കാണുന്ന ഈ ടേബിളിൽ നിന്ന് നമുക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റുകളും കിട്ടും. അപ്പോൾ ഈ ടേബിൾ വൃത്തിയായിട്ട് ഞാൻ എന്ത് ചെയ്യാം, അപ്പുറത്ത് എഴുതി വെക്കാം, നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ കണ്ടൻറ്റ് കിട്ടും. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ വൃത്തിയുള്ള ടേബിളാണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ അസറ്റ് കൂട്ടുന്നവരെ ഒരാൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അസറ്റ് ലയബിലിറ്റി കൂട്ടുന്നവരെ ഒരാൾ ക്യാപിറ്റൽ റെസിപ്റ്റ്. അതുപോലെ നമ്മുടെ അസറ്റ് കൂട്ടാത്ത ഒരാളുണ്ട്, അതാരാണ്, അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എന്നാൽ ലയബിലിറ്റി കൂട്ടാത്ത ഒരാളുണ്ട്, അതാരാണ്, റവന്യൂ റെസിപ്റ്റാണ് അല്ലേ. ഇനി അടുത്ത കോളം നമ്മുടെ അസറ്റ് കുറക്കുന്ന ഒരാൾ, അതാരാണ്, ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അതായത് നമുക്കറിയാം ഈ പറഞ്ഞ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അസറ്റ് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് ചെയ്യുക, നമുക്കറിയാം, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടുത്ത കോളത്തിൽ എഴുതുക, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി അതേപോലെ റവന്യൂ റെസിപ്റ്റ് എന്ന് എഴുതുന്നു, അടുത്ത കോളം റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതുന്നു. ഈ ഒരൊറ്റ ടേബിൾ മാത്രം ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞാൽ, ഈ ഒരു ടേബിൾ നിങ്ങൾ വരച്ച് പഠിക്കാം. ഒരു 2 വട്ടം വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് കണക്റ്റ് ആവും. ഈ ലോജിക്ക് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന് പരീക്ഷയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം, നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാത്രം എടുക്കുക, അതെന്താ ചെയ്യുന്നത്, നമ്മുടെ ആസ്തി കൂട്ടുന്നു. ഇനി അടുത്തെടുക്കാം ക്യാപിറ്റൽ റെസിപ്റ്റ് മാത്രം എടുക്കുക, അതെന്താ ചെയ്യുന്നത്, നമ്മുടെ ആസ്തി കുറക്കുന്നു. കണ്ടല്ലോ, ഇങ്ങനെ കണക്ഷൻ നമുക്ക് അവിടുന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ടേബിൾ ഇതാണ്. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്യുക, എല്ലാവർക്കും കൊണ്ട് സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.